esteemed guest on the dais, Sri Tenzin Sundu, Mr. Manoj K. Jain, Principal Father John, Manager Father Augustine, PTA President Mr. Aphilash, PTA Joint Secretary Bhavida, Cine Artist Navani, and playback singer Aryananta, respected sisters, dear parents, and my dear students. Very good evening to all of you. We had a very beautiful and inspiring speech on compassion by Tenzin Sundu. Then I think there is not much to speak after such a beautiful message from him. But being a Parents' Day, actually I'm elated to be a part of this wonderful celebration. And while I was coming to this side, I just asked my friend, what should I speak? ഞാൻ എന്താണ് പറയേണ്ടതെന്ന് എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ ആളെന്നോട് പറഞ്ഞു, ഞങ്ങൾ പേരൻസ് ഒരുപാട് പ്രതിസന്ധികളെ ഒക്കെ അതിജീവിച്ചവരാണ്. ഒരുപാട് പോരാട്ടങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും ഈ ജീവിതത്തിലെത്തിയിരിക്കുന്നത്. അത് ജനനം മുതലുണ്ട്. 20-30 കോടിയിൽ നിന്നും പോരാടി വിജയിച്ചവരാണ് ഇന്ന് നമ്മളൊക്കെ ഇരിക്കുന്ന നമ്മൾ. എന്നാൽ അങ്ങനെയുള്ള നമ്മൾ ഈ ലോകത്തിൽ നിന്നും കടന്നു പോകുമ്പോൾ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും നന്മയുടെയും ഒക്കെ അടയാളങ്ങൾ അവശേഷിപ്പിച്ചിട്ട് പോകണം. എന്തടയാളങ്ങളാണ് നമ്മൾ അവശേഷിപ്പിക്കുക? നമ്മുടെ ജീവിതം വിലയുള്ളതാണ് എന്ന്, നമുക്ക് വിലയുള്ളതാണ് എന്ന് ഈ ലോകത്തോട് പറയാൻ എന്താണ് നമ്മൾ ബാക്കിയാക്കുന്നത്? വെറും $4 2017 മാഞ്ചസ്റ്ററിലെ ഒരു പുരാവസ്തു വിൽപ്പന കടയിൽ നിന്നും വാങ്ങിയ ഒരു ചിത്രം, 2017 വാങ്ങിയ ഈ ചിത്രം 2023 വലിയൊരു തുകയ്ക്ക് ലേലം ചെയ്തൊരു വാർത്ത 2023 സെപ്റ്റംബർ 6 ലോക മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ വന്നിരുന്നു. കഥ എങ്ങനെയാണ്? ഒരു സ്ത്രീ മാഞ്ചസ്റ്ററിലെ ഒരു വഴിയോര കച്ചവടക്കാരിൽ നിന്നും ഒരു ചിത്രം, ഒരു പഴയ പുരാവസ്തു ചിത്രം വിലയ്ക്ക് വാങ്ങി. വില $4. $4 എന്ന് പറഞ്ഞാൽ ഏകദേശം 330 രൂപ. അത് അവർ സ്വന്തം സ്വീകരണ മുറിയിൽ കാഴ്ചയ്ക്കായി തൂക്കിയിട്ടു. കുറച്ച് നാളുകളൊക്കെ അങ്ങനെ നിന്നു. അത് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, ആ സ്ത്രീയുടെ സുഹൃത്തുക്കൾ പലരും പറഞ്ഞു, ഇതത് മനോഹരമൊന്നുമല്ല, ഇതിവിടെ ഇനി വെക്കുന്നതിൽ വലിയ ഭംഗിയൊന്നുമില്ല. അതുകൊണ്ട് ആ വിമർശനങ്ങൾ കേട്ട് അവളത് കുറച്ച് നാളുകൾക്ക് ശേഷം തൻ്റെ സ്റ്റോർ റൂമിലേക്ക് മാറ്റി. പിന്നെ ഒരു നാൾ ഈ സ്റ്റോർ റൂം ക്ലീൻ ചെയ്യുമ്പോൾ ഈ ചിത്രം കണ്ടെടുക്കുകയും ഇതിവിടെ വെച്ചിട്ട് കാര്യമില്ല, തനിക്ക് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ ചിത്രങ്ങളെടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അത് നടക്കുന്നത് 2023 മെയ്യിലാണ്. നമ്മളൊക്കെ ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലാണല്ലോ. അങ്ങനെ ഫേസ്ബുക്കിലൂടെ ഈ ചിത്രം പുറത്തു വന്നപ്പോൾ ബ്രാൻഡ്വൈൻ ആർട്ട് മ്യൂസിയം പെൻസിൽവാനിയയിലെ ക്യൂരേറ്റർ 3 മണിക്കൂർ കാർ ഓടിച്ച് ഈ സ്ത്രീയുടെ പക്കലെത്തി ഈ ചിത്രം കാണാൻ. കാരണം ഈ ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. NC വൈത്ത് എന്ന അതിപ്രശസ്തനായ അമേരിക്കക്കാരൻ വരച്ച റാമോണ എന്ന പേരിലുള്ള ഒരിക്കലും നഷ്ടപ്പെട്ടു പോയ ഒരു ചിത്രമായിരുന്നു ഇത്. അത് ഒറിജിനലാണോ എന്ന് തിരിച്ചറിയാനാണ് ഈ മ്യൂസിയത്തിൻ്റെ ക്യൂറേറ്റർ നേരിട്ട് ഈ സ്ത്രീയുടെ പക്കലെത്തിയത്. അത് ഒറിജിനലാണ് എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി. 1884 ഹെലൻ ഹണ്ട് ജാക്സന്റെ
റാമോണ എന്ന നോവലിൻ്റെ 1939 പതിപ്പിന് വേണ്ടി NC വൈത്ത് വരച്ച അതിമനോഹരമായ ഒരു ചിത്രമായിരുന്നു. അനാഥയായ ഒരു പെൺകുട്ടിയുടെയും അവളുടെ രണ്ടാനമ്മയുടെയും ചിത്രമാണിത്. ഇതിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ ആ സ്ത്രീ ഇത് ലേലത്തിൽ വയ്ക്കുകയും $1,91,000 ആ ചിത്രം ലേലത്തിൽ പോവുകയും ചെയ്തു. ഒരു കലയുടെ മൂല്യം നിശ്ചയിക്കപ്പെടുന്നത് ഊഹക്കച്ചവടങ്ങളിലൂടെയാണ്. ഒരു കലാകാരനും താൻ വരച്ച ചിത്രം അയാളുടെ ജീവിതകാലത്ത് അർഹിക്കുന്ന വില ലഭിച്ചിട്ടുണ്ടാവുകയില്ല. അദ്ദേഹത്തിൻ്റെ മരണശേഷമായിരിക്കും തീർച്ചയായിട്ടും ഈ ചിത്രങ്ങളുടെ വില ലോകമറിയുകയും വൻ വിലകൾക്ക്, കോടിപതികൾക്ക് മാത്രം ആസ്വദിക്കാൻ പറ്റുന്ന ചിത്രങ്ങളായിട്ട് ഇത് മാറ്റപ്പെടുകയും ചെയ്യുക. വാൻ ഗോഗിൻ്റെ ചിത്രങ്ങളൊക്കെ അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ മാതാപിതാക്കളുടെ കാര്യത്തിലും സത്യത്തിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ആരുടെയും ഒന്നിൻ്റെയും വിലകൾ നമ്മൾ തിരിച്ചറിയാറില്ല. നമ്മുടെ മാതാപിതാക്കളുടെ വിലകൾ, സുഹൃത്തുക്കളുടെ വില എന്നാണ് നമ്മൾ തിരിച്ചറിഞ്ഞത്, എന്നാണ് അവരുടെ മൂല്യം നമ്മൾ കണ്ടെത്തിയത്. അവർ എന്ന് ഈ ലോകത്തിൽ നിന്ന് നമ്മെ വിട്ടുപിരിഞ്ഞോ അന്നേ അവരുടെ മൂല്യം നമ്മൾ കണ്ടെത്തിയിട്ടുള്ളൂ. അങ്ങനെ ഒന്നിനും വില കൽപ്പിക്കാത്തൊരു ലോകത്തിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ബന്ധങ്ങൾക്ക് മൂല്യങ്ങളില്ല, സ്നേഹത്തിന് വിലകളില്ല, സൗഹൃദത്തിന് അർത്ഥമില്ല. പക്ഷേ ഓരോ സുഹൃത്തിനെയും നമ്മൾ തിരിച്ചറിയുന്നത് ആ സുഹൃത്ത് നഷ്ടപ്പെടുമ്പോഴാണ്. ഓരോ അച്ഛനെയും നമ്മൾ തിരിച്ചറിയുന്നത് അച്ഛൻ നഷ്ടപ്പെടുമ്പോഴാണ്. എൻ്റെ അച്ഛൻ കൊണ്ട വെയിലാണ് ഞാനിന്ന് കൊള്ളുന്ന തണലെന്ന് ഫാദേഴ്സ് ഡേയിൽ നമ്മൾ സ്റ്റാറ്റസൊക്കെ ഇടാറുണ്ട്. പക്ഷേ ഒരിക്കലും ഈ തണലിൻ്റെ ചുവട്ടിലിരുന്ന് നമ്മൾ അദ്ദേഹത്തോട് സ്നേഹത്തോട് സംസാരിച്ചിട്ടുണ്ടാവില്ല. അവൻ്റെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ടാവില്ല. നമ്മൾ ഓർക്കണം, ഓരോ അച്ഛനും അമ്മയും ഓരോ പാഠപുസ്തകങ്ങളാണ്. നമുക്ക് വായിച്ച് പഠിക്കാനും വായിച്ചു വളരാനും. അതിൻ്റെ പുറംചട്ട കണ്ട് അതിനെ നമ്മൾ വിലയിരുത്തരുത്. പലപ്പോഴും മറിച്ച് നോക്കപ്പെടാതെ പോകുന്ന പുസ്തകങ്ങളായിട്ട് മനുഷ്യർ തീരപ്പെടാറുണ്ട്. ഓരോ മനുഷ്യനും വായിക്കപ്പെടേണ്ടതാണ്. അവൻ്റേതായ സ്വകാര്യതയിൽ, അവൻ്റെ ഇഷ്ടങ്ങളിൽ, അവൻ്റെ മനസ്സോട് ചേർന്ന് ഓരോരുത്തരെയും വായിച്ചെടുക്കാൻ പഠിപ്പിക്കുന്നതാവണം വിദ്യാഭ്യാസവും ഓരോ പേരൻസ് ഡേ ആഘോഷങ്ങളും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പേരൻസ് ഉണ്ട്, ഇവിടെ ഇരിക്കുന്ന പേരൻസിന് അവരുടെ പേരൻസ് ഉണ്ട്. ബന്ധങ്ങളുടെ ബലം മനസ്സിലാക്കുക. പേരൻസ് ഡേയിൽ പേരൻസിനെ കാണാൻ പഠിക്കുക. അവരുടെ ആഗ്രഹങ്ങളും അവരുടെ വിലകളും അവരുടെ മനസ്സും നമ്മൾ അറിയാൻ പരിശ്രമിക്കുക. കാരണം നമ്മൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഇതിൻ്റെ വിലകൾ എന്നും തിരിച്ചറിയപ്പെടുക. അതുപോലെ പേരൻസ് ഡേ ഒരു സൗഹൃദത്തിൻ്റെ ആഘോഷം കൂടിയാണ്. എന്നും സുഹൃത്തുക്കളോട് ഒന്നിച്ച് നടന്ന് സൗഹൃദങ്ങൾ പങ്കെടുക്കുമ്പോൾ ഈ ഓരോരുത്തൻ്റെയും വിലകൾ നമ്മൾ തിരിച്ചറിയാറില്ല, അവൻ്റെ മൂല്യം നമ്മൾ തിരിച്ചറിയാറില്ല. കളിയാക്കിയും പള്ളു പറഞ്ഞും തമാശ പറഞ്ഞുമൊക്കെ ജീവിതം കടന്നു പോകുമ്പോൾ ഒടുവിൽ അവൻ നമ്മുടെ ഇടയിൽ നിന്നും ഇല്ലാണ്ടാവുമ്പോഴാണ് അവൻ്റെ വില, അവൻ്റെ മൂല്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മുടെ വാക്കുകളെ സ്നേഹത്തോടെ സൂക്ഷിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. കെയറിങ് ഫോർ വേർഡ്സ് ഇൻ എ കൾച്ചർ ഓഫ് ലൈസ് എന്ന് മാരിലിൻ മക്കിൻഡറുടെ ഒരു പുസ്തകമുണ്ട്. നുണകളുടെ സംസ്കാരത്തിൽ വാക്കുകളുടെ പരിചരണം. നുണകളുടെ സംസ്കാരത്തിൽ വാക്കുകളുടെ പരിചരണം. നമ്മൾ ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കുന്നുമുണ്ട്. വാക്കുകൾ കൊണ്ട് മലിനമാകാറുണ്ട്, അല്ലേ? അതുപോലെ വാക്കുകൾ അമിത ഉപയോഗം കൊണ്ട് തേഞ്ഞു പോകുകയും ഡിപ്ലീറ്റഡ് ആവുകയും വിലയില്ലാതാവുകയും ഒക്കെ ചെയ്യാറുണ്ട്. വാക്കുകൾക്ക് പരിചരണം ആവശ്യമുണ്ട്. നല്ല വാക്കുകൾ ഉപയോഗിക്കുക, നല്ല കാര്യങ്ങൾ പറയുക, നന്നായി പറയുക. അങ്ങനെ വാക്കുകളെ പരിചരിക്കണം. നമ്മളൊക്കെ പരസ്പരം കാണുമ്പോൾ സുഖമല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അതിന് എത്രമാത്രം പ്രസക്തി നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ സുഖമല്ലേ എന്ന ചോദ്യം കേൾക്കാനൊരു സുഖമുണ്ട് എല്ലാവർക്കും. അങ്ങനെ സുഖമല്ലെങ്കിലും
നമ്മൾ സുഖമാണ് എന്ന് മറുപടി പറയാറുണ്ട്. വാക്കുകളുടെ പരിചരണം വേണം. സുഖമല്ലേ എന്ന് ചോദിക്കാനുള്ള മനസ്സുണ്ടാവണം. സുഖമാണ് എന്ന് തിരിച്ചു പറയാനും തിരിച്ചു സുഖമല്ലേ എന്ന് ചോദിക്കാനും കഴിയണം. അതുപോലെ സാരമില്ല എന്ന് പറയാൻ കഴിയണം. ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാവുന്നത്, ഒരുപാട് പകകളും പകപോക്കലുകളുമൊക്കെ ഉണ്ടാവുന്നത് സാരമില്ല എന്ന വാക്ക് പറയാൻ നമ്മൾ മറന്നു പോകുന്നത് കൊണ്ടാണ്. പോട്ടെ എന്നും സാരമില്ല എന്നും പറഞ്ഞാൽ ജീവിതം എത്ര മനോഹരമായി തീരും. സ്നേഹമുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയണം. സ്നേഹമുണ്ടായാൽ പോരാ, സ്നേഹമുണ്ട് എന്ന് പറയാനും കൂടെ നമ്മൾ കഴിയുമ്പോഴാണ് സ്നേഹമെന്ന വാക്കിൻ്റെ പരിചരണങ്ങൾ നടക്കുക. ഇങ്ങനെ ഒരുപാട് വാക്കുകളുടെ പരിചരണങ്ങൾ നടത്തണം. അതുണ്ടെങ്കിൽ കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ സ്നേഹം നിറയും, നന്മകൾ നിറയും. അതുകൊണ്ട് ഈ പേരൻസ് ഡേയിൽ എനിക്ക് പറയാനുള്ളത് അങ്ങനെയാണ്. നമ്മുടെ വാക്കുകളിൽ കവിത നിറയട്ടെ, സംഗീതമുണ്ടാവട്ടെ, സ്നേഹം നിറയട്ടെ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഭവനങ്ങളും സമൂഹവുമൊക്കെ സംഗീത സാന്ദ്രമാകും, സ്നേഹ നിർഭരമാകും. എല്ലാവർക്കും പേരൻസ് ഡേയുടെ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.